കേരളത്തിൽ ഇന്ന് ഏറ്റവും പോഷകം നിറഞ്ഞതും അതുപോലെ തന്നെ ഏറ്റവും വില കൂടിയ ഒന്നുമാണ് അവോക്കാഡോ. ഒരു കാലത്ത് വയനാട്ടിൽ പട്ടിപ്പഴം എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിച്ച് കഴിഞ്ഞ ഒരു പഴമാണ് അവോക്കാഡോ. അപ്പോൾ ഇത് നമുക്കൊന്ന് പറിക്കാം. ഇനിയുണ്ട് കേട്ടോ. ഇതെൻ്റെ വീട്ടിൽ 3 വർഷം കൊണ്ട് കാച്ചതാണ്. അപ്പോൾ കേരളത്തിലെ പട്ടിപ്പഴം എന്നും പറഞ്ഞ് എല്ലാവരും അവഗണിച്ചിരുന്ന ഈ ഒരു അവോക്കാഡോ ഇന്ന് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള പഴവർഗ്ഗങ്ങളിലൊന്നാണ്. ഇതിപ്പം ഒരു ലോക്കൽ വെറൈറ്റിയാണ്. ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം വീഡിയോ ഇട്ടിരുന്നു. റസൽ എന്ന് പറയുന്ന ഒരിനം, അതൊരു ലോകോത്തര നിലവാരമുള്ള അവോക്കാഡാണ് റസൽ. കാരണം നമ്മളിപ്പോൾ കേരളത്തിലെ ആളുകൾ ഒരുപാട് പേര് അവോക്കാഡോ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കൂടുതൽ പ്രചാരത്തിൽ വരുമ്പോഴത്തേക്കും ഈ അവോക്കാഡോയുടെ ഇനം അത് വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം ഇപ്പം നമ്മൾ റംബുട്ടാൻ വെറൈറ്റിയിൽ നമ്മളിപ്പം സീസറുണ്ട്, സ്കൂൾ ബോയ്, അതുപോലെ റോങ് ഗ്രീൻ, E35 എന്ന് പല ഇനങ്ങളും ഉണ്ട്. പക്ഷേ അത് നമ്മൾ മാർക്കറ്റിൽ വിൽക്കാൻ കൊണ്ടുപോകുമ്പോഴത്തേക്കും ഏറ്റവും പ്രചാരമുള്ളതും ആളുകൾക്ക് കച്ചവടക്കാർ കൂടുതലും വാങ്ങിക്കുന്നത് N18 എന്ന് പറയുന്ന ഒരു ഇനമാണ്. അതുപോലെയാണ് ഈ അവോക്കാഡോയുടെ കാര്യം. ഇപ്പോൾ അവോക്കാഡോ എല്ലാം പ്രചാരത്തിൽ വരുവാണ്. എല്ലാവരും അത് കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ ആ കൃഷി ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്കതൊരു വരുമാനം, അതായത് ഒരു മരത്തിൽ നിന്ന് 100 മുതൽ 150 കിലോ വരെ കിട്ടുന്നതും, ഏതാണ്ട് ഒരു പഴം ഏറ്റവും കുറഞ്ഞത് ഒരു 600 ഗ്രാമിന് മുകളിൽ തൂക്കം വരുന്ന ഒന്നാണ് റസൽ എന്ന് പറയുന്ന ഒരു അവോക്കാഡോ ആണ്. ഞാനിതിനു മുമ്പ് പല വീഡിയോകളും ഇട്ടിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിലൊരു പ്ലാന്റ് ഉണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്തൊരു 10 കിലോമീറ്റർ അകലെയാണത്. ഒരു 30 ഏക്കറിലാണ് ഈ റസൽ കൃഷി ചെയ്തിരിക്കുന്നത്. ഞാൻ അതിൻ്റെ കുറച്ച് തൈ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കും. അപ്പം നമ്മൾ എല്ലാവരും ഈ ലോക്കൽ അവോക്കാഡോ വാങ്ങിച്ച് വയ്ക്കുമ്പോഴേ നമ്മളത് കുറച്ച് വിൽക്കാൻ പോകുമ്പോൾ ഈ 150 കിലോയ്ക്ക് ഒരു മരത്തിലുണ്ടായി കഴിഞ്ഞാൽ നമുക്കിത് അപ്പടിയും വേണ്ടി വരത്തില്ല. ബാക്കി നമുക്ക് കുറച്ച് വിറ്റ് കഴിക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്കും ഏറ്റവും നല്ല വില കിട്ടുന്ന ഒന്നാണ് റസൽ എന്ന് പറയുന്ന ഇനം. അപ്പോൾ അവോക്കാഡോകൾ നമ്മളിങ്ങനെ ധാരാളമായിട്ട് വെച്ചൊഴിക്കുമ്പോൾ അതിൻ്റെ ഇനത്തിൽ ഒരുപാട് കാര്യമുണ്ട്. ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ 3 വർഷം കൊണ്ട് കാച്ചതാണ്. 3.5 വർഷമായി ഈ ചെടി നട്ടിട്ട്. അധികം വലിപ്പമൊന്നുമില്ല. എൻ്റെ കയ്യിൽ ഒരുപാട് വെറൈറ്റി അവോക്കാഡോകളുണ്ട്. പക്ഷേ ഇന്ന് കേരളത്തിൽ നമുക്ക് കൃഷി ചെയ്യാവുന്ന 2 ഇനം ഏറ്റവും മികച്ച അവോക്കാഡോ വെറൈറ്റിയാണ്. ഒന്ന് റസലും 2 ബൂത്തും. ഇതെല്ലാം രണ്ടും വിദേശവനമാണ്. പക്ഷേ കേരളത്തിലെ ചൂടുള്ള കാലാവസ്ഥയിൽ നന്നായിട്ട് കായ്ക്കുന്ന ഇനമാണ് ഈ റസലും ബൂത്തും. അപ്പോൾ ഈ റസൽ എന്ന് പറയുന്ന അവോക്കാഡോ ഒരു 3 മാസത്തിനുള്ളിൽ വിൽപ്പനയ്ക്ക് ഞാൻ മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട്.